ನೀ ಈ ವಂಡಿ ನಾಟಿಂದ ಕಟ್ಟೋದಿಲ್ಲ. ಏಯ್ ಏನು ಹೇಳಿದ್ರೆ ಅರ್ಥ ಆಗಲ್ಲ, ಹೋಗ್ತಾ ಇರ್ಬೇಕಷ್ಟೇ. ನೀ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. ಪೊಲೀಸ್ನ ಕರಿತೇನೆ ನನ್ನ ಮಗನೇ, ಹೊಡೆದು ಸಾಯಿಸ್ಬಿಡ್ತೀನಿ ನಿನ್ನ. ಎಲ್ಲಿಗೆ ಬಂದು ಯಾರ ಅವರ ನಮ್ಮ ಊರಾದರು. ನೀನು ಹೋಗು, ಹೋಗು ನೀನು. കേരളದಿಂದ ಬಂದು ಇಲ್ಲಿ ಆಟ ಆಡೋದಾ? ചോദിച്ചതിന് ഉത്തരം പറയണം. ബോസ് എപ്പോ വരുമെന്ന് എനിക്കറിയില്ല. വണ്ടി മിസ്സായതിനു ശേഷം ബോസ് ഇങ്ങോട്ട് വന്നിട്ടില്ല. ഞാൻ ഫോൺ വിളിച്ചിട്ട് കിട്ടണില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എടാ, എനിക്ക് ലഡാക്കിലേക്ക് ട്രിപ്പ് പോകേണ്ടതാ. വണ്ടി ശരിയാക്കാൻ തന്നിട്ട് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ കറങ്ങി നടക്കാം. എന്റെ വണ്ടി എപ്പോ ശരിയാക്കി കിട്ടും അത് പറ. ചേട്ടാ, ഞാൻ ഇത്ര നേരം പറയുന്നത് മനസ്സിലാവണല്ലേ? വണ്ടി വേണമെങ്കിൽ ഞാൻ മോഡിഫൈ ചെയ്ത് തരാം. ലഡാക്കിലോട്ടൊന്നും പോകാൻ പറ്റൂല. പിന്നെ മാക്സിമം തലശ്ശേരി. തലശ്ശേരിയാ? ബ്ലഡി ഫൂൾ. നീ ശരിയാക്കൊന്നും വേണ്ട. എടാ, രാജുവിന്റെ കഴിവ് അറിഞ്ഞിട്ടാ ടൗണിൽ നിന്ന് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ തന്നെ എന്റെ വണ്ടി മോഡിഫൈ ചെയ്യാൻ തന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരും. ഇങ്ങോട്ട് നോക്കണം. അപ്പോഴേക്ക് എന്റെ വണ്ടി ശരിയാക്കി തന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം ഇതായിരിക്കില്ല. നീ രാജുവോട് പറഞ്ഞേക്ക്. ആര് പറഞ്ഞെന്ന് പറയണം? ശശി, ലഡാക്ക് ശശി. അവന് പേര് ചോദിക്കാൻ കണ്ട സമയം. ആശ്വാസായി. പോയി സ്വന്നാലും നീ എടാ നെടുമ്പാശ്ശേരി, നിന്റെ ബോസിനെ കുറിച്ച് വല്ലവരുണ്ടോ? ബോസിനെ ഞാൻ വിളിച്ചിരുന്നു. ബോസാക്കിയ വിഷമത്തിലാണ്. എന്തൊക്കെയായിരുന്നു? അതോ ബൈക്കിലും തൊടാൻ സമ്മതിക്കായിരുന്നോ എല്ലാവരും കൊണ്ട്? ഇപ്പൊ എന്നിട്ട് എന്തായി? അല്ല, പോലീസ് എന്തായാലും കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പോലീസ് ഇപ്പൊ കണ്ടുപിടിക്കും. അതൊക്കെ ഒരു ഓളത്തിന് പറയുന്നല്ലേ. സുകുമാരക്കുറുപ്പിനെ കണ്ടുപിടിക്കുന്നില്ല, പിന്നെ ഓഞ്ഞ ബൈക്ക്. ചേട്ടൻ ഈ ബൈക്കിന്റെ മെക്കാനിക് പരിപാടിക്ക് അറിയാം. എനിക്കൊന്ന് നാട്ടിൽ പോവാൻ. എന്തിന്? ചെറിയൊരു കല്യാണാലോചന വന്നിട്ടുണ്ടായിരുന്നു. നിനക്കാ? നീ അതൊക്കെ താങ്ങോ? ചേട്ടാ, ഇതൊന്ന് ഉറപ്പിച്ചിട്ടാണ് എനിക്ക് എങ്ങനെയും ഒന്ന് ദുബായിൽ അളിയന്റെ വർക്ക്ഷോപ്പിൽ പണിക്ക് പോവാൻ. ഓ, അപ്പൊ നിനക്ക് നിന്റെ നാട്ടിൽ പോണേ ബോസ് തരണം. അതെ. ബോസ് തരണേ അവന്റെ ബൈക്ക് കിട്ടണം. അതെ. അതെന്തായാലും കിട്ടാൻ പോകുന്നില്ല. അല്ലെങ്കിൽ പിന്നെ നാട്ടിൽ പോണേ ഈ കട അടച്ചിടണം. അതെ. അല്ലെ ഈ വർക്ക്ഷോപ്പ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അതും അടയ്ക്കണം. അപ്പൊ നമുക്ക് രണ്ടും അങ്ങ് അടച്ചാലോ? അത് അടിപൊളിയാണ്. അങ്ങനെ ഇതും അതുപോലെ അടച്ചിട്ട് നീ അങ്ങനെ കെട്ടണ്ട കേട്ടോ. വാൽറ്റൂവിന്റെ അത്രേ ഉള്ളൂ കെട്ടാൻ നടക്കുന്നു. അത് വേണം നീ ഒരെണ്ണം കഴിച്ചോ. ഹലോ. ആ ബോസേ, ഇവിടെ ആകെ പ്രശ്നമുണ്ടാ. നാട്ടുകാരൊക്കെ ഒന്ന് ആകെ തെറി വിളിക്കാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ബോസ് നാളെ വന്നില്ലെങ്കിൽ ഞാൻ വർക്ക്ഷോപ്പ് തുറക്കില്ലട്ടാ, പൂട്ടിയിടും. കേരളത്തിന്റെ അതിർത്തിയാണെങ്കിലും ഈ മംഗലാപുരം ഒരു കൊച്ചു മുംബൈയാണ്. അറിയെനിക്ക്. നീ വഴക്കൂടിയ അവനില്ലേ, ഓനെടുത്ത ദാതയാണ്. പോലീസിന് പോലും ഓനൊന്നും ചെയ്യാൻ പറ്റൂല, അറിയാം. ആ ബുള്ളറ്റിന് തിരിച്ചു കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട. അവന്മാർ പൊക്കിയിട്ടുണ്ടെങ്കിൽ അത് പോക്കാം. 3-4 ദിവസമായി നീ ഇവിടെ തിരിഞ്ഞു കളിക്കുന്നു. നീ നാളെ തന്നെ നാട്ടിൽ പോകാൻ നോക്ക്, അതാ എനിക്ക് നല്ലത്. എൻ്റെ ഒരു ബൈക്കും നീ വന്ന് കിടക്കാൻ നോക്ക്. ഹലോ. ഹലോ, വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. സഹിക്കാൻ പറ്റുന്നില്ല. ഹോസ്പിറ്റലിലെ ഫാർമസിസ്റ്റിന്റെ ബൈക്ക് ഇതുപോലെ മിസ്സായിട്ടുണ്ട്. തിരിച്ചു കിട്ടിയിട്ടുമുണ്ട്. 5-6 മാസം കഴിഞ്ഞു. 5-6 മാസം കഴിഞ്ഞോ? ഇതും കിട്ടും, ഉറപ്പാ. ശരി. ശരിടാ, നീ പോയിട്ട് വിളിക്ക്. പടച്ചോന്നങ്ങ് വഴി കാണിച്ചു തരും. നീ ഇപ്പൊ പോട്. മോളെ, നീ ഒന്ന് പോയി വിളിക്ക്. അവൻ വന്നപ്പോ തൊട്ടിരിക്കുന്ന ഇരിപ്പ. അമ്മച്ചി, ഇവിടെ ആരെങ്കിലും ചത്ത? എനിക്കിതൊക്കെ കാണുമ്പോഴാണ്. ഇങ്ങനെയുണ്ടോ പിള്ളേര്? എൻ്റെ മോളെ, നീ ഒന്നുകൂടെ പോയി വിളിക്ക്. അവൻ ഇന്നൊന്നും കഴിച്ചു കാണത്തില്ല. നീ ചെന്ന് വിളിക്ക്. നീ വല്ലതും കഴിക്കുന്നേ വന്ന് കഴിക്കേ.
ഞാൻ കിടക്കാൻ പോവാ. വേറെ ഒരു ബൈക്ക് പോയപ്പോ ഇങ്ങനെ. ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ നീ എങ്ങനെ നേരിടും? ഇടാ, എന്തിനേയും ധൈര്യമായിട്ട് നേരിടാൻ പഠിക്കേ. വന്നേ, വന്ന് ചോറ് കഴിക്കേ. വാ ഇങ്ങോട്ട്. എൻ്റെ മോനി വന്നേ. രാജമോൻ അവിടെ ഇരിക്കുക. അത് പോട്ടടാ മോനെ, നിനക്ക് ഇനിയും പുതിയ വണ്ടി ഉണ്ടാക്കാമല്ലോ. പിന്നെ എന്തിനാ എൻ്റെ മോൻ ഇങ്ങനെ വിഷമിക്കുന്നത്? അതല്ല പൊന്നമ്മച്ചി, ആ വണ്ടി അവർ പൊളിച്ച് നശിപ്പിക്കുന്ന ഓർക്കുമ്പോഴാ. നീ എന്തിനാ വേണ്ടാത്തൊക്കെ ഓർക്കാൻ പോന്നേ? മോനെ, നിന്റെ അപ്പാപ്പൻ പണ്ട് എന്നോട് പറയാറുണ്ടായിരുന്നു, ഒരു ജന്മം കൊണ്ടുണ്ടാക്കിയ വിശ്വാസം തകരാൻ ഒരു നിമിഷം മതിയെന്ന്. അതുകൊണ്ട് എൻ്റെ മോൻ വർക്ക്ഷോപ്പിൽ പോകണം, പണിയെടുക്കണം, കട മുടക്കരുത്. ഇതാ, ഇത് മോൻ ഒന്നുകൂടെ വയ്ക്കുക, എന്നിട്ട് പുതിയൊരു വണ്ടി ഉണ്ടാക്കുക. അതൊന്നും വേണ്ട പൊന്നമ്മച്ചി, ഞാൻ പോയി കിടക്കട്ടെ. പിടിച്ചിരിക്കണ മോനെ. നേരെ നോക്ക്. ഷോക്ക് പുതിയതല്ലേ? ക്രാഷ് ഗാർഡ് പൊളിച്ചു. എടാ, ഞാൻ കുറച്ച് ടെൻഷൻ അടിച്ചു പോയി. നീ പറഞ്ഞ സമയത്ത് വണ്ടി തരണ്ടേ? ഇപ്പൊ കിട്ടിയില്ലേ? അവിടേക്ക് ഇതാ, എന്തെങ്കിലും കുറക്കാനുണ്ടോ? കുറയ്ക്കാനൊന്നുമില്ല, പറഞ്ഞു തന്നാ മതി. എടാ, 25 അഡ്വാൻസ് വന്നിട്ടുണ്ട്, ബാക്കി പിടിച്ചോ. ഉണ്ടടാ, നീ എണ്ണി നോക്കിക്കോ. മംഗലാപുരം മുഴുവൻ തപ്പിയല്ലേ? ആ പോലീസുകാരൻ പറഞ്ഞോണ്ട് മാത്രം. നീ ഇനി അത് അന്വേഷിച്ച് അലയാതിരിക്കുന്ന നല്ലത്. അതിനൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. മനോരേട്ടാ, എന്നാ പിന്നെ നീ കിടന്ന് തപ്പ്. അല്ല പിന്നെ ഈയുടെ മുഖത്ത് ഇപ്പോഴൊരു സന്തോഷം കാണുന്നത്. നീ ഇവിടെ ഇല്ലാത്തപ്പോൾ എന്തൊരു ബഹളമായിരുന്നു. ദേ, അവനെ കിടത്തി പൊറപ്പിച്ചിട്ടില്ല. പലപ്പോഴും അവൻ എന്റെ ചെറിയ കീഴില്ല അഭയം പ്രാവശ്യമുണ്ടിരുന്നേ. അല്ലേ ക്രിയേഷ്? ബോലറാമില്ല, ഞാനൊരു നിമ്പുപ്പാനി കുടിച്ചിട്ട് വരാം. ഹലോ, ശരി ശരി, ഒരു നിമ്പുപ്പാനി. നീ ഒന്നും വിചാരിക്കലേ, നിന്റെ ക്രിയേഷനോട് ഞാൻ കുറച്ച് ചൂടായി പോയി. ശശിയേട്ടാ, സുഖല്ലേ? ശശിയേട്ടനാ? ഞാൻ എന്റെ പേര് മാറ്റി, ഗസ്റ്റിലുണ്ട്. ഗസ്റ്റാ? ഗസറ്റ്. എന്താ പുതിയ പേര്? നരിമാൻ. നരിമാന? അതൊരു സിനിമ പേരല്ലേ? ഇപ്പൊ എന്റെ പേരാ, ബ്ലഡി ഫൂൾ. ഓ, ഹലോ. ഗ്യാസ് കുറ്റി തീർന്നോ? എടി, 1 മാസം മുമ്പ് എടി നിറച്ചങ്ങോട്ട് തന്നത്. നീ എന്താ ഗ്യാസ് കുടിക്കുകയാണോ? ഒന്നാമത് തീ പിടിച്ച് വരെ ഇതിനറിയാലോ. ശരി, ഞാനങ്ങോട്ട് വരട്ടെ. നിറച്ച കുറ്റി എടുത്ത് തരാം. ഗ്യാസ് തീർന്നു. വൈഫാ? അതെ. ഇവിടെ നിർത്തിക്കോ. എത്രയാ? എടാ, നീ ഇത് കണ്ടോടാ? പട്ടാളാ? അപ്പൊ നീ കഴിക്കുന്നില്ലേ? ഇല്ല, ഇന്ന് എനിക്ക് വ്രതമാണ്. നിന്റെ ധൃതി കണ്ടാൽ അറിയത് വ്രതം തെറ്റിക്കാനുള്ള. വിജയാശംസകൾ. പൊക്കോ പൊക്കോ. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലാകും കേട്ടോ. എന്നാലും ആരായിരിക്കും മനോരേട്ടൻ്റെ ടാർജറ്റ്? ടാർജറ്റ് തയ്യക്കാരി അമ്മിണി. അല്ലല്ല, അവളുടെ വീട്ടിൽ ഭർത്താവുണ്ട്. പിന്നെ ജമീല ദുബായിൽ അവനെ കൊണ്ടുപോയിട്ടുണ്ട്. അവൾ എവിടെയെങ്കിലും പോട്ടെ, നീ എന്നാത്തിനാ ഇതൊക്കെ അറിയുന്നേ? ചേട്ടന് നല്ല അസൂയുണ്ടല്ലേ? സ്വൽപ്പം. ദേ വാ, സ്വൽപ്പം അടിക്കാം. സ്വൽപ്പാവാ? സ്വൽപ്പം അങ്ങോട്ട് മാറിന്നാലും. വാ.
ആ മഡോണ ദേ മനോഹരനാ. ഓ അയാളൊരു ഞരമ്പ് രോഗിയാ, എടുക്കണ്ട. അയാളുടെ ഉദ്ദേശം വേറെയാ, വൃത്തിയേട്ടവൻ. പിന്നെ നീ ഇതൊക്കെ അറിഞ്ഞോണ്ട് പിന്നെ എന്തിനാ ഇങ്ങനെ? അത്യാവശ്യമുള്ള എല്ലാ പണിയും ഞാൻ അയാളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നത്. ഈ വൃത്തിയിട്ടവനല്ലാണ്ട് നിനക്ക് നാട്ടിൽ വേറെ ആരും കിട്ടിയില്ലേ? വേണ്ടേ? എങ്കിൽ നിങ്ങൾ തന്നെ ഇവിടെ നിൽക്കി. മലേഷ്യ എന്നും പറഞ്ഞ് വല്ലോടത്തും ചെന്ന് കിടന്നാല് ഈ കൊച്ചിനെ കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് എന്തോ ചെയ്യും? ഇതുപോലുള്ള മണ്ടന്മാരുള്ളതുകൊണ്ടാണ് നമ്മളിവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്, അതറിയോ?